ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നടൻ ജയറാം ഇന്ന് ഇഡിയുടെ മുന്നിലേക്ക് പോകും. സാക്ഷി എന്ന നിലയിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കാൻ പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ വല്ലതുണ്ടോ എന്നതും ഇഡി അന്വേഷിക്കും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും. വിജയൻ, ഗുഡ് മോർണിംഗ്. വിപിൻ, ശരിക്കും ജയറാം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞോ? യഥാർത്ഥ ജയറാം പുലിവാലി പിടിച്ച ഒരവസ്ഥയാണ്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെ ഒരാളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ഈ പൂജയൊക്കെ നടത്തിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവരോട് വിശദമായി പറയേണ്ടി വരും. പിന്നെ സാമ്പത്തിക ബന്ധമുണ്ടെങ്കിൽ അതും. വിവരങ്ങൾ അതേ SKN, ഇതിൽ ഇപ്പോൾ ജയറാം വീണ്ടും ഇഡിക്ക് മുൻപിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ SIT ചെന്നൈയിലെ വീട്ടിലെത്തി ജയറാമിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തതാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ED ആസ്ഥാനത്ത് ഹാജരാകണം എന്നുള്ളതാണ് സമൻസിലൂടെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും സാക്ഷി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജയറാമിനെ ED കൂടി വിളിച്ചു വരുത്തുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ED ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളെയുമായി വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ED. അതിന് പുറകെയാണ് സാക്ഷികളായിട്ടുള്ള ആളുകളെ കൂടി വിളിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നടൻ ജയറാമിലേക്ക് എത്തുന്നത്. ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് പോയതിനു ശേഷം അത് ചെന്നൈയിലുള്ള ജയറാമിന്റെ വീട്ടിലെത്തി പൂജ നടത്തുന്നു. അതിനുശേഷം സ്മാർട്ട് ക്രിയേഷനിലെ പൂജയിലും ജയറാം പങ്കെടുക്കുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിലെ പൂജകളുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇതിൽ ജയറാമിന്റെ ഒരു പങ്കിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഈ ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന വഴി വീട്ടിലേക്ക് കയറി എന്നുള്ളതാണ് ഇതിൽ ജയറാമിന്റെ ഒരു വാദമുള്ളത്. മറ്റൊരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്നുള്ളതും ജയറാം ഈ SITക്ക് മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ EDയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സാക്ഷി പട്ടികയിലുള്ള ജയറാം വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ മുൻ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള S ജയശ്രീയെ 9 മണിക്കൂറാണ് ED ചോദ്യം ചെയ്ത് പിന്നീട് വിട്ടയച്ചത്. ഇങ്ങനെ ഓരോ ആളുകളെയായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണ്ണു ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ED വിളിച്ചു വരുത്തുന്നത്. അതിനു മുൻപായിട്ടാണ് ഇപ്പോൾ സാക്ഷികളെ ഇപ്പോൾ കൊച്ചിയിലേക്ക് ED വിളിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.